പറഞ്ഞു. പിന്നെ കുള്ളുമുഷിയില് 6000 പേർക്കാണ് കൂടുതല്. അപ്പൊ ലോകമൊത്തി 6:30 രോഗമൂർത്തി. കേരളത്തിൽ മരണനിരക്കുണ്ടോ? മരണനിരക്ക് അത്രയുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴയാണ് തുടരുന്നത്. ഇപ്പം പിന്നെ അണക്കെട്ടുകൾ നിറഞ്ഞോ? ഇപ്പം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണോ സാറേ? ഇപ്പൊ മഴ എങ്ങനെയാണ്? ഇപ്പൊ അണക്കെട്ടുകളുടെ ജലനിരപ്പ് ഇപ്പൊ എങ്ങനെയാ ഉള്ളത്? അണക്കെട്ടുകള് ഇപ്പം നമ്മുടെ പത്രം നോക്കി വായിക്കാനാണ് ഞങ്ങൾക്ക് പറയാൻ അറിയാം സാറേ. ഞങ്ങള് സാറിന്റെ കറക്റ്റ് വിവരം പറ സാറേ. വാക്സിൻ ഞങ്ങൾക്ക് എന്ന് കിട്ടും? വാക്സിൻ നാളെ കിട്ടും. നാളെ കിട്ടുമോ? നാളെ അപ്പൊ ഏത് സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണ്ടേ? എണ്ണപ്പാറയാണേലും മതിയോ? ഇത് കുറെ പേർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട് സാറേ. സാറ് ഒരു അടിയന്തര നടപടി സ്വീകരിക്കാൻ പറ്റുമോ ഇതില്? നമുക്കല്ല. അപ്പൊ സാറിന് കിട്ടിയില്ല ഇതുവരെ? മഴ ഇപ്പോഴൊരു പ്രളയത്തിന് സാധ്യതയുണ്ടോ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച്? പ്രളയത്തിന് സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും മുന്നറിയിപ്പുകളോ വല്ല കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വല്ല മുന്നറിയിപ്പുകളോ വല്ലതും ലഭിച്ചിട്ടുണ്ടോ? പ്രളയമില്ല, പക്ഷെ മഴ കൂടുതലുണ്ട്. അപ്പം എല്ലാ ആറുകളിലെയും വെള്ളം നിറഞ്ഞു കിടക്കുവാണ്. അതാണ്. ഓക്കെ. അപ്പൊ ഇതുണ്ടോ? മണ്ണിടിച്ചിലില്ല. ഇല്ല. അതറിഞ്ഞില്ലല്ലേ? അപ്പൊ കിടന്നുറങ്ങുമായിരുന്നു. രാവിലെ പത്രം വായിച്ചില്ല സാറ്? സാറേ ഇപ്പൊ സാറ് മാസ്ക് വെക്കാതെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ സാറ് അത് ഒരു തെറ്റായ സന്ദേശമല്ലേ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അപ്പൊ വീട്ടില് മാസ്ക് വെക്കത്തില്ല, ചില പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ മാസ്ക് വെക്കും. സാനിറ്റൈസർ യൂസ് ചെയ്യണം. സാനിറ്റൈസർ യൂസ് ചെയ്താലും കുഴപ്പമില്ല, യൂസ് ചെയ്തെങ്കിലും കുഴപ്പമില്ല. പള്ളി ഞങ്ങൾക്ക് ആരാധനാലയങ്ങളൊക്കെ എന്ന് തുറക്കും? ആരാധനാലയങ്ങൾ തുറക്കുന്നതാണെങ്കിൽ നമുക്കൊരു ഒരു പള്ളിയിലെ എല്ലാ മതമേലധ്യക്ഷന്മാരും ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സാറേ അതിന് ഒരു ഇത് പറയുകയാണെങ്കിലും ബിവറേജുകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ തുറക്കുകയും ആരാധനാലയങ്ങളെ തുറക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് വളരെ അപലപനീയമായ ഒരു കാഴ്ചയായിട്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. സാറിൻ്റെ ഇതേക്കുറിച്ചുള്ളൊരു നിലപാടെന്താണ്? പള്ളികളിൽ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ തുറക്കും. അപ്പം നിലവിലെ സാഹചര്യത്തിൽ സി കാറ്റഗറിയിൽ പള്ളികൾ അനുവദിക്കുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും സി കാറ്റഗറിയിലും കൂടി ആരാധനാലയങ്ങൾ തുറക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? 3 പേർക്ക് പോകും. 3 പേർക്ക് പള്ളി പോകാൻ പറ്റും. 3 പേര് ആരൊക്കെയാണ്? ഒരു വീട്ടിൽ 3 പേർക്ക് പോകും. അപ്പം വേറെ മഴക്കാല രോഗങ്ങളെ കുറിച്ചോ മറ്റേ ഡെങ്കുപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും നടപടികളോ പ്രത്യേക സർക്കാർ ഇടപെടലുകളോ ഉണ്ടായിടുവോ? ആടിനെയൊക്കെ കെട്ടാൻ പോകുമ്പോ പുറത്തിറങ്ങുമ്പോ കൊതുക് കയ്യിലുണ്ടെങ്കിൽ കൊതുകിനെ കൈ വെച്ച് ഇങ്ങനെ ഒന്നും കൂടി കാണിക്കാവോ? ഇങ്ങനെ കളയണം. എങ്ങനെ ഒന്നും കൂടി കാണിക്കാവോ? ഇങ്ങനെ